മഴത്തുള്ളികൾ ഭൂമിയെ നനക്കുമ്പോൾ അതിലെ ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാം. തിരക്കുകൾക്കിടയിലും പ്രകൃതി അതിൻ്റെ സ്വന്തം താളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് പല്ലാർ അധികമാരും അറിയാത്ത എന്നാൽ പക്ഷികൾക്ക് വളരെ സുപരിചിതമായ ഒരിടം. എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നത് നൂറുകണക്കിന് ഓപ്പൺ സ്റ്റോക്കുകളും ലിറ്റിൽ കോർമറന്റുകളും ഇവിടെ എത്തിച്ചേരുന്നു. ഉയരം കൂടിയ മരങ്ങളിലും സുരക്ഷിതമായ ശാഖകളിലും അവർ കൂടുകൾ നിർമ്മിക്കുന്നു. രണ്ട് പ്രധാന പ്രദേശങ്ങളിലായ ഏറ്റവും കൂടുതൽ കൂടുകൾ കാണപ്പെടുന്നു. ഓരോ കൂടും ഒരു കുടുംബമാണ്. ഓരോ മരവും ഒരു ചെറിയ കോളനിയാണ്. കുഞ്ഞുങ്ങൾ വിരിയുന്നു. മാതാപിതാക്കൾ ഭക്ഷണം കൊണ്ടുവരുന്നു. ചിറകുകൾ ശക്തമാകുന്നു. ജീവിതം പതുക്കെ വളരുന്നു. ഓപ്പൺ ബിൽ സ്റ്റോർക്കിന്റെ കൊക്കിന്റെ പ്രത്യേകത ആകൃതിയാണ് ഇവയെ മറ്റു പക്ഷികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. പ്രധാനമായും കൊച്ചുകൾ പോലുള്ള ജലജീവികളാണ് ഇവയുടെ ഭക്ഷണം. അതുകൊണ്ട് തന്നെ വെള്ളവും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞ പ്രദേശങ്ങൾ ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയാണ്. എന്നാൽ ഈ സ്ഥലത്തിന്റെ ചരിത്രം എല്ലായ്പ്പോഴും ഇത്ര മനോഹരമായിരുന്നില്ല. ഒരു കാലത്ത് ഇവിടെ വ്യാപകമായ വേട്ടയാടൽ നടന്നിരുന്നു. അതിൻ്റെ ആഘാതം പക്ഷികളുടെ എണ്ണത്തിലും സുരക്ഷിതത്വത്തിലും പ്രകടമായിരുന്നു. എന്നാൽ പിന്നീട് സാഹചര്യം മാറി. വനം വകുപ്പും സോഷ്യൽ ഫോറസ്ട്രിയും ചേർന്ന് ഈ പ്രദേശത്തിന് സംരക്ഷണമൊരുക്കി. പക്ഷികളെ സംരക്ഷിക്കാൻ വാച്ചറെ നിയോഗിക്കുകയും നിരന്തരമായ നിരീക്ഷണം ഉറപ്പാക്കുകയും ചെയ്തു. അതിലും മനോഹരമായ മറ്റൊരു കാഴ്ച ഇവിടെ കാണാം. ഈ പ്രദേശത്തെ ഒരു പ്രകൃതി സ്നേഹിയായ നാട്ടുകാരൻ സ്വന്തം നിലയിൽ ഈ പക്ഷികൾക്ക് കരുതലൊരുക്കി. ഇവിടെ എത്തുന്ന പക്ഷി നിരീക്ഷകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് വെറും ഒരു സർക്കാർ സംവിധാനത്തിന്റെ സന്ദർശനം മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ ചേർന്ന് പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്നതിന്റെ മനോഹരമായ ഉദാഹരണമാണ്. മഴക്കാലത്താണ് ഇങ്ങനെയുള്ള കൊച്ചിലങ്ങൾ നമ്മൾ കാണാറുള്ളത്. ഏകദേശം 2 മാസത്തോളമാണ് ഇവരുടെ ബ്രീഡിംഗ് സീസൺ. ഓപ്പൺ ബിൽ സ്റ്റോർക്കുകൾക്ക് മലയാളത്തിലെ പേരുകൾ ചേരക്കൊക്കൻ, ഞൗഞ്ഞിക്കൊട്ടൻ എന്നിവയാണ്. കേരളത്തിൽ സാധാരണ കാണുന്ന ഒരു കൊറ്റിയാണ് ചേരക്കൊക്കൻ. 1 മീറ്ററിൽ താഴെ പൊക്കമുള്ള ഇതിന് വെള്ള നിറവും പ്രജനനകാലത്ത് വെളുപ്പ് കലർന്ന ചാരനിറവുമാണ് കാണുന്നത്. ജൂൺ മുതൽ ഏകദേശം ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവരുടെ പ്രജനനകാലം. ഇത്തരം തണ്ണീർത്തടങ്ങളാണ് ഇവരുടെ ആവാസ വ്യവസ്ഥ. ഇത് നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം. തിരുനാവായ പല്ലാർ ഭാഗത്താണ് എല്ലാ ഭാഗത്തും. ഇതിപ്പോൾ കുറേ വർഷങ്ങളായി ഇവിടെ സ്ഥിരം നിർത്തി. മരങ്ങളെല്ലാം നോക്കിയാൽ മഴ പെയ്യട്ടെ, ട്രെയിനുകൾ കടന്നു പോകട്ടെ, മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. അതിനൊപ്പം തന്നെ ഈ പക്ഷികളും വർഷം തോറും ഇവിടെ തിരിച്ചെത്തുന്നു. കാരണം അവയ്ക്ക് ഈ സ്ഥലത്തോട്ടുള്ള വിശ്വാസം
നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പക്ഷി സുരക്ഷിതമായി കൂടുകൂട്ടുന്ന ഓരോ സ്ഥലവും നമ്മുടെ പ്രകൃതിയുടെ ആരോഗ്യത്തിൻ്റെ അടയാളമാണ്. അത്തരം ഇടങ്ങളെ സംരക്ഷിക്കുക എന്നത് പക്ഷികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറകൾക്കായി പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ഇടിവെട്ടാണ് അത്. ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾക്കായി പങ്കുവെക്കൂ. പ്രകൃതിയെയും വന്യജീവികളെയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.